ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കഴിയുന്തോറും പാത്രങ്ങൾ ഇങ്ങനെ കൂടി വരല്ലാണ്ട് അത് കുറയുന്നൊരു പരിപാടിയില്ല. രാത്രി കഴുകി വെച്ച പാത്രമാണ്, അതിൻ്റെ വെള്ളമെല്ലാം അറിയ ശേഷം ഞാൻ അതൊക്കെ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുന്നുണ്ട്. ഏറ്റവും താല് വെക്കുന്നത് നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന ചട്ടി, ചെമ്പ്, കുക്കറ്, അങ്ങനത്തെയൊക്കെ പാത്രങ്ങൾ ഉണ്ടാവില്ല, അതാണ് ഞാൻ താഴത്തെ തട്ടിൽ വെക്കൽ. രണ്ടാമത്തെ തട്ടിൽ വെക്കുന്നത് കിണ്ണം, അങ്ങനത്തെ ഐറ്റം ഉണ്ടാവുമല്ലോ, അതാണ് രണ്ടാമത്തെ തട്ടിൽ വെക്കൽ. അപ്പോൾ മക്കൾക്ക് 8 മണിയാകുമ്പോഴത്തേക്ക് മക്കൾക്ക് സ്കൂളിലേക്ക് പോകാനുണ്ട് ഒരാൾക്ക്. രണ്ടാമത്തെ ആൾക്ക് 8:30 മണിക്കാണ്. അങ്ങനെ ഞാൻ പഠിച്ചിട്ട് 10 വേഗം ചുട്ടെടുക്കുന്നുണ്ട്. 10 മണിയാകുമ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഹോസ്പിറ്റലിൽ എത്താനുണ്ട്. കണ്ണിന് ചെറുതായിട്ടൊരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ പണി അപ്പോഴേക്ക് ഏകദേശം തീർക്കണം. തിരിച്ച് എപ്പോഴാണ് വരാമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വൈകുന്നേരം ആകുമെന്ന് തോന്നുന്നു, ഒരു 3 മണിയെല്ലാം ആകും തോന്നുന്നു. 9:30 മണിക്കല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഞാനെന്ത് ചെയ്തേ, രാവിലെ മീൻ കട്ട് ചെയ്തിട്ട് വേണം എനിക്ക് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. തിരക്കാന്ന്, നല്ല തിരക്കാത്. പിന്നെ ഓരോ പണിയും ഇങ്ങനെ നിർത്താണ്ടിങ്ങനെ എടുക്കുകയെന്ന്, അന്നെങ്കിൽ എനിക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് തീർക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ നമുക്ക് ആ സമയത്തിനനുസരിച്ചിട്ട് എത്തണ്ടേ, ഓപ്പറേഷൻ അല്ലേ. അതുകൊണ്ട് ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് രാവിലത്തെ പണിയിൽ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഹസ്ബൻഡിന് ചപ്പാത്തിയാണ് വേണ്ടത്, രാവിലെയും രാത്രിയൊക്കെ ചപ്പാത്തി തന്നെയാണ്. അങ്ങനെ മക്കൾക്കുള്ള റൊട്ടിയൊക്കെ ചുട്ട് കറി ഉണ്ടാക്കി അതെല്ലാം കഴിച്ചിട്ട് മക്കളൊക്കെ ഇറങ്ങിയ ഞാൻ പിന്നെ കുറേയൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. ഈ തിരക്കിന് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, ഞാൻ ഈ തിരക്ക് സമയത്തെല്ലാം വീഡിയോ എടുക്കുന്നതെന്ന്. പക്ഷേ ഇല്ല, നമുക്കിതിങ്ങനെ എടുത്ത് ശീലമായിപ്പോയില്ലേ, അതുകൊണ്ട് ഒഴിവാക്കാനും പറ്റുന്നില്ല. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്നത് തന്നെ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ്, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഹസ്ബൻഡ് കയറിയാൽ ഞാൻ വെറുതെ ഇരിക്കലേന്ന്. അപ്പോൾ പിന്നെ വെറുതെ ഇരുന്നിട്ട് നമ്മൾ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. എൻ്റെ പൊന്നേ, എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ കൂടുതൽ വരുന്നൊരു കമൻറ്റാണ്, ഞാനത് ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണ്ടെയ്നറൊക്കെ നിങ്ങൾ ഓൺലൈനിൽ നിന്നാണോ വാങ്ങിച്ചത്, ലിങ്ക് കൊടുക്കുമോ എന്ന്. ഞാനിത് ഓൺലൈനിലല്ല വാങ്ങിച്ചത്. ഇത് ഞാൻ അന്ന് റാസൽ ഗെയിമിൽ പോയാലും അവിടെ നിന്നാണ് ഇത് രണ്ടും വാങ്ങിച്ചത്. ഒന്ന് അപ്പുറത്തെ സൈഡും ഉണ്ട്, രണ്ടും മാറ്റമുണ്ട്. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ട് വെക്കാറുണ്ടോ എന്ന് ആരോ ചോദിച്ചിട്ടുണ്ട്. പഞ്ചസാരയൊന്നും ഞാൻ ഇതിലിട്ട് വെക്കാറില്ല. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചായപ്പൊടി, കടുക്, പിന്നെ സാൾട്ട്, അങ്ങനെ അതൊക്കെ ഇട്ട് വെക്കാനാണ് നല്ലത്. അങ്ങനെ മീനിന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതായത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ മീനൊക്കെ പൊരിക്കും. മീനൊന്നും പൊരിക്കാനുള്ളൊരു സമയമില്ല. 9 മണിയാകുമ്പോഴത്തേക്ക് പണി തേച്ച് തീർക്കണ്ടേ. എൻ്റെ പൊന്നേ, കുക്ക് ചെയ്യലല്ല പ്രശ്നം, ക്ലീനിങ് ആണ്. എന്തോ ഒരു ക്ലീനിങ് ആണ്. പിന്നെ ആരൊരാൾ കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, ചുമർമല ടൈലൊക്കെ മാറ്റിയിട്ട് പ്യുവർ വൈറ്റ് ആക്കി കൂടെയെന്ന്. എൻ്റെ പൊന്നേ, നമ്മളില്ലേ പൈസ ഫുള്ള് വീട്ടിൽ തന്നെ കൊടുത്താൽ ലാസ്റ്റ് നമ്മൾ ഗതിക്കേണ്ടി വരൂലേ. എന്തിനാന്ന് അതിൻ്റെയൊക്കെ ആവശ്യമല്ലേ. ആവശ്യമുള്ളത് മാറ്റാമെന്നല്ലാണ്ട് അതൊക്കെ നല്ല ടൈലൊക്കെ അല്ലേ, പൈസ അല്ലേ, എല്ലാത്തിനും പൈസ വേണ്ടേ. പൈസ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ഞാനത് മാറ്റായിട്ട് തന്നെയാണ് ഇൻഷാ അല്ലാ. തൽക്കാലം അതങ്ങോട്ട് പോട്ട്, പിന്നെ നമുക്ക് അതിനുള്ളൊരു വിധി ഉണ്ടെങ്കിൽ പിന്നീട് മാറ്റി. ഇപ്പോൾ വേണ്ട, അപ്പോൾ പുതിയ ടൈലൊക്കെ അല്ലേ. പിന്നെ ഈ ഒരു വർക്കേരിൻ്റെ ചുമരുമ്മേൽ ഈ ടൈലൊക്കെ മാറ്റിയിട്ട് പുതിയത് എടുക്കണമെങ്കിൽ എൻ്റെ പൊന്നേ, ടൈലെടുക്കാനല്ല പൈസ, അതിൻ്റെ പണിക്കൂലിയാണ് പൈസ. പിന്നെ ടൈലിനൊക്കെ പൈസയുണ്ട്, മുൻപത്തെ പോലെ ഒന്നുമല്ല.
പിന്നെ വെറുതെ എന്തിനാന്ന് പൈസ പാറക്കടിക്കുന്നേ എന്ന് പറയൂലേ, വെറുതെ എന്തിനാന്ന്, അതുകൊണ്ടാണ് ഞാൻ മാറ്റാത്തത്. ഇൻഷാ അല്ലാഹ് ഇപ്പം അങ്ങനെ പോട്ട്. ഞാൻ ഇവിടുന്നില്ലേ അപ്പാടപ്പാട് വേഗം പാത്രങ്ങൾ കഴുകും. മോളൊക്കെ ഉണ്ടെങ്കിൽ മോളാണ് പാത്രം കഴുകാറ്, അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെയാണ്. ഇപ്പം പിന്നെ അവർക്കെല്ലാം ക്ലാസ് തുടങ്ങിയില്ലേ, അന്നേരം പിന്നെ ഞാൻ തന്നെയാണ് രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം കഴുകുക. രാത്രി പിന്നെ അവൾ ഉണ്ടെങ്കിൽ അവൾ കഴുകിത്തരും. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തേ, വേഗം കുളിക്കാനും മാറ്റാനൊക്കെ പോയി.